സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് SSCRT പുതിയ പാഠപുസ്തകം 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള 4ാമത്തെ ചാപ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നിന്നും പഠിക്കേണ്ടത് അത് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു നോട്ട് എടുത്ത് പോയിന്റ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഓൾറെഡി പഠിച്ചവർക്ക് ഒരു ക്വിക്ക് റിവിഷനുമാവും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന കൃതിയിൽ നിന്നുമുള്ള ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പം അഗ്നിച്ചിറകുകൾ എന്നത് ആരുടെ കൃതിയാണ്? അഗ്നിച്ചിറകുകൾ അബ്ദുൽ കലാമിൻ്റെ കൃതിയാണ് അഗ്നിച്ചിറകുകൾ എന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അസമത്വത്തെയും ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. എവിടുത്തെ ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയത്തിൻ്റെ ഇനി അറിയപ്പെടുന്ന പേര് എന്താണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ്. അപ്പം തിരുവനന്തപുരത്താണിത്. ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്ന് അറിയപ്പെടും. കുടിപ്പള്ളിക്കുടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ഈ പേരോർത്ത് വെക്കണം. കുട്ടിയുടെ പേര് പഞ്ചമി. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. ഈ പേര് ഓർത്തു വയ്ക്കണം. പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരുടെ പേരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹനാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. അടുത്ത പ്രധാന പോയിന്റ് ജ്യോതിറാവു ഫുലെയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1827 മുതൽ 1890 1827 1890. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ദളിത് എന്ന പദം എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവു ഫുലെയാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പം ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അപ്പം ഇതിൽ ജ്യോതിറാവു ഫുലെ കാലഘട്ടം 1827 മുതൽ 1890 വരെയാണ്. ദളിത് എന്ന് പറഞ്ഞാൽ ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. അടുത്തത് സാവിത്രി ബായ് ഫുലെ. സാവിത്രി ബായ് ഫുലെ കാലഘട്ടം 1831 മുതൽ 1897 വരെയാണ്. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ, എവിടെയാണ്? പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രി ബായ് ഫുലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പുനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രി ബായ് ഫുലെ പുനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. സാവിത്രി ബായ് ഫുലെ പുനെ യൂണിവേഴ്സിറ്റി. പുനെ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് സാവിത്രി ബായ് ഫുലെ പുനെ യൂണിവേഴ്സിറ്റി എന്നാണ്. അടുത്ത പോയിന്റ് പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ കാലഘട്ടം 1879 1973.
സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. എന്തിന്റെയാണ്? സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളുമായിരുന്നു. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അടുത്തത് ബെറിയർ എൽവിൻ. ബെറിയർ എൽവിൻ 1992 1964. ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ബെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ആര്? ബെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ബെറിയർ എൽവിൻ. നരവംശ ശാസ്ത്രജ്ഞരിൽ പ്രധാനി. ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് ബെറിയർ എൽവിൻ. അടുത്തത് ഡോക്ടർ എ അയ്യപ്പൻ. ഡോക്ടർ എ അയ്യപ്പൻ 1905 1988. തൃശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 അയ്യപ്പന്റെ ജനനം. ഡോക്ടർ എ അയ്യപ്പൻ ജനന സ്ഥലം എവിടെയാണ്? തൃശൂർ ജില്ലയിലെ പവറട്ടിയാണ്. വർഷം ഏതാണ്? 1905. 1905 ഫെബ്രുവരി 5. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായത്തെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. ആരാണ്? ഡോക്ടർ എ അയ്യപ്പൻ. ജനനസ്ഥലം തൃശൂർ ജില്ലയിലെ പവറട്ടി. വർഷം 1905 ഫെബ്രുവരി 5. അടുത്തത് പറഞ്ഞിരിക്കുന്നു നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള, വിഭാഗം ഏതാണ്? ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഇപ്പം 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നഞ്ചിയമ്മയ്ക്കാണ്. നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഏത് വിഭാഗമാണ്? ഇരുള വിഭാഗത്തിൽ നിന്നുമുള്ള നഞ്ചിയമ്മയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. അപ്പൊ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. കളയ്ക്കാത്ത സന്തനമേറെ വെകുവോക പൂത്തിറുക്കിക്കോ എന്നു തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങിയത് ആരുടെ അടുത്ത് നിന്നുമാണ്? ദ്രൗപദി മുർമുവിൽ നിന്നുമാണ്. അടുത്തത് നിലമ്പൂർ ആയിഷയുടെ വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. വടക്കേ മലബാറിൽ പല ഭാഗത്തും ഞങ്ങൾ നാടകം കളിക്കാൻ പോയിട്ടുണ്ട്. മുക്കത്ത് നാടകം കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത്. നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തീരും മുമ്പേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഡയലോഗ് പോലും തെറ്റുകയോ മറക്കുകയോ ചെയ്യാതെ നാടകം പൂർത്തിയാക്കി.
മഞ്ചേരിയിൽ മേലാക്കാത്ത നാടകം കളിക്കുമ്പോൾ വേദിയിൽ വച്ചു തന്നെ എന്നെ വധിക്കുവാനുള്ള ശ്രമം നടന്നു. ഒരു പക്ഷേ ഒരു അഭിനേതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാൻ ഇടയില്ല. നാടകം ഏതാണ്ട് പകുതിയെത്തിയപ്പോൾ എൻ്റെ തല ലക്ഷ്യമാക്കി ഒരു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞ് തല തിരിച്ചതിനാൽ അത് എൻ്റെ തലയിൽ കയറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തിയില്ല. നിലമ്പൂർ ആയിഷയുടെ വാക്കുകളാണിത്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതിയിൽ നിന്നുമുള്ള വാക്കുകൾ. അടുത്തത് പണ്ഡിത രമാബായിയെ കുറിച്ചാണ് പറയുന്നത്. കാലഘട്ടം 1858 1922. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ആരാണ്? പണ്ഡിത രമാബായി. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? പണ്ഡിത രമാബായി ആണ്. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. അടുത്തത് ഡോക്ടർ പുന്നൻ ലൂക്കോസ് 1886 1976. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ്? ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. കാലഘട്ടം വരുന്നത് 1886 1976 ആണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കി വൈദ്യശാസ്ത്രത്തിൽ. കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. അതുപോലെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അടുത്തത് E.K. ജാനകി അമ്മാൾ. E.K. ജാനകി അമ്മാൾ 1897 1984 കാലഘട്ടം. E.K. ജാനകി അമ്മാൾ കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ആരാണ്? E.K. ജാനകി അമ്മാളാണ്. E.K. ജാനകി അമ്മാൾ എവിടെയാണ് ജനിച്ചത്? തലശ്ശേരിയിൽ ജനിച്ചു. പ്രശസ്തിയായ സസ്യശാസ്ത്രജ്ഞയാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു? E.K. ജാനകി അമ്മാൾ ആയിരുന്നു. അതുപോലെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ്? 1977 E.K. ജാനകി അമ്മാൾ പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 1977. അടുത്ത പ്രധാന പോയിന്റ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം ഏതാണ്? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഇനി പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആരംഭിച്ചത് 1948. അപ്പോൾ പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാണ്? 1948. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്.
ആരംഭിച്ചത് 1948. ഡോക്ടർ BR അംബേദ്കർ 1891 1956. ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യ ഉറപ്പുവരുത്തുന്നു. ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15. ഒന്നും കൂടി നോക്കാം. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്നത് ഏതാണ്? അനുച്ഛേദം 15. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് മുന്നേ പുതിയതായിട്ട് കിട്ടിയ പോയിന്റ്സും കൂടി നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.